സസ്യങ്ങൾക്കിടയിലെ രസകരമായ ചില കൂട്ടുകാരെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിൽ അതിഥികൾ വരാറുണ്ടല്ലോ, അതുപോലെ തന്നെ മരങ്ങളിലും ചില അതിഥികൾ വരാറുണ്ട്. അവയെക്കുറിച്ച് നമുക്ക് നോക്കാം. ആതിഥേയനും അതിഥികളും. ആരാണ് സ്വന്തമായി ഭക്ഷണം ഉണ്ടാക്കുന്നത്? ചിത്രത്തിൽ കണ്ട മാവ് ഒരു മിടുക്കനാണ്. സൂര്യപ്രകാശവും കാറ്റിലെ കാർബൺ ഡൈ ഓക്സൈഡും മണ്ണിലെ വെള്ളവും ഉപയോഗിച്ച് മാവ് സ്വന്തമായി ഭക്ഷണം നിർമ്മിക്കുന്നു. എന്നാൽ മാവിന്റെ മുകളിൽ നിൽക്കുന്ന എല്ലാവരും മാവിനെ പോലെയല്ല. എപ്പിഫൈറ്റ്സ് ഉണ്ട്. ഉദാഹരണം മരവാഴ. ചിത്രത്തിലെ മരവാഴയെ ശ്രദ്ധിച്ചോ? മരവാഴ ഒരു പ്രത്യേകതരം അതിഥിയാണ്. താമസം മാത്രമാണ് കേട്ടോ. മരവാഴ മാവിന്റെ മുകളിൽ നിൽക്കുന്നത് വെറുതെ താമസിക്കാൻ, ഇരിക്കാൻ ഒരിടം കിട്ടാൻ വേണ്ടി മാത്രമാണ്. വേരുകളുടെ പ്രത്യേകതകളുണ്ട്. മരവാഴയ്ക്ക് 2 തരം വേരുകളുണ്ട്. ചെറിയ വേരുകൾ മരത്തിൽ പറ്റിപ്പിടിച്ചിരിക്കാൻ സഹായിക്കുന്നു. തടിച്ച വെളുത്ത വേരുകൾ വായുവിലെ ഈർപ്പം മോയിസ്ചർ വലിച്ചെടുക്കുന്നു. ഓക്കെ. മരവാഴ മാവിൽ നിന്ന് ആഹാരമോ വെള്ളമോ മോഷ്ടിക്കുന്നില്ല. അതുകൊണ്ട് മാവിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. ഇത്തരം സസ്യങ്ങളാണ് നമ്മൾ എപ്പിഫൈറ്റുകൾ എന്ന് വിളിക്കുന്നത്. എന്താണ് മക്കളെ എപ്പിഫൈറ്റ്? ഏതെങ്കിലും സസ്യത്തിന്റെ മുകളിൽ ജീവിക്കുന്നു. അവരെ താമസിക്കാൻ വേണ്ടി മാത്രമാണ് ആ സസ്യത്തെ ആശ്രയിക്കുന്നത്. അവരുടെ ആ സസ്യത്തിന്റെ വെള്ളമോ ഭക്ഷണമോ ഒന്നും അവരെടുക്കുന്നില്ല. അത്തരം അതിഥികളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എപ്പിഫൈറ്റുകൾ എന്ന് പറയുന്നത്. അപ്പോൾ എപ്പിഫൈറ്റിന് ഒരു ഉദാഹരണമാണ് ആര്? മരവാഴ. ഇനി എന്താണ് ഇത്തിൽക്കണ്ണി? ഓക്കെ, ലൊറാന്തസ്. ഇത്തിൽക്കണ്ണി അല്പം കുസൃതിയാണ്. ഇതിന് പച്ച നിറമുള്ള ഇലകൾ ഉള്ളതുകൊണ്ട് സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ അറിയാം. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആഹാരം ഉണ്ടാക്കാൻ വേണ്ട വെള്ളവും ധാതു ലവണങ്ങളും ഇത് മാവിൽ നിന്നാണ് വലിച്ചെടുക്കുന്നത്. പകുതി സഹായം തേടുന്നത് കൊണ്ട് ഇവയെ അർദ്ധപരാദങ്ങൾ, സെമി പാരാസൈറ്റ്സ് എന്നും വിളിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ മരവാഴയെ പറ്റി പറഞ്ഞു. മരവാഴ സസ്യങ്ങൾക്ക് മാവിന് ഒരു ദോഷവും ഉണ്ടാക്കുന്നില്ല. പക്ഷെ ഇത്തിൽക്കണ്ണിന്റെ പ്രശ്നം എന്താ? ഇത്തിൽക്കണ്ണിക്ക് എന്തുണ്ട്? പച്ച നിറത്തിലുള്ള സസ്യമാണ് ഇത്തിൽക്കണ്ണി. പക്ഷേങ്കിൽ അവർക്ക് ആവശ്യമായ ലവണങ്ങളും ജലവും എവിടുന്നാണ് എടുക്കുന്നത്? മാവിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ മാത്രം എടുത്ത് ബാക്കി സ്വന്തമായിട്ട് ഭക്ഷണം ഉണ്ടാക്കുന്നു. അവരെന്താണ്? കുറച്ച് കാര്യങ്ങൾ മാത്രത്തിന് വേണ്ടിയിട്ടാണ് ആശ്രയിക്കുന്നത്. അതുകൊണ്ട് അവരെന്ത് പറയുന്നു? സെമി പാരാസൈറ്റ് എന്ന് പറയുന്നു. മൂടില്ല താളി, കസ്ക്യൂട്ട വലിയൊരു കള്ളനാണ്. മൂടില്ല താളിക്ക് പച്ച നിറമില്ല. അതുകൊണ്ട് സ്വന്തമായി ആഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇവൻ വളരുന്ന മരത്തിൽ നിന്ന് ആഹാരവും വെള്ളവും നേരിട്ട് മോഷ്ടിക്കുന്നു. ഇത്തരം സസ്യങ്ങളെ നമ്മൾ എന്ത് പറയും? പൂർണ്ണ പരാദങ്ങൾ എന്ന് പറയും. ടോട്ടൽ പാരാസൈറ്റ് എന്ന് പറയും. അപ്പോൾ മരവാഴ എപ്പിഫൈറ്റ് ആണ്. പിന്നെ ഇത്തിൽക്കണ്ണി സെമി പാരാസൈറ്റ് ആണ്. മൂടില്ല താളി എന്താണ്? ടോട്ടൽ പാരാസൈറ്റ് ആണ്. അവർക്ക് പച്ച നിറമില്ല. അപ്പോൾ അവരെവിടെയാണോ നിൽക്കുന്നത് ആ ഹോസ്റ്റിനെ നിൽക്കുന്ന സ്ഥലമാണ് ഹോസ്റ്റ്. അവരെ കംപ്ലീറ്റ് ആയിട്ട് ആശ്രയിച്ചിരിക്കും. അവരുടെ എല്ലാ കാര്യങ്ങളും ഇവരെന്താക്കും? മോഷ്ടിക്കും. ഓക്കെ അല്ലേ? അത് ടോട്ടൽ പാരാസൈറ്റ് എന്ന് പറയുന്നത്. നമുക്ക് നോക്കാം സസ്യം ഏതാണ്? പ്രത്യേകത ആതിഥേയന് ദോഷമുണ്ടോ നോക്കാം. സസ്യം മാവ്. പ്രത്യേകത സ്വയം ആഹാരം നിർമ്മിക്കുന്നു. ഓക്കെ. ആതിഥേയന് ദോഷമുണ്ടോ? ഇല്ല. മരവാഴ താമസത്തിന് മാത്രമാണ് മരത്തെ ആശ്രയിക്കുന്നത്. ആതിഥേയന് ദോഷമുണ്ടോ? ഇല്ല. ഇത്തിൽക്കണ്ണി വെള്ളത്തിന് വേണ്ടി മാത്രം മരത്തെ ആശ്രയിക്കുന്നു. എന്താണ്? ആതിഥേയന് ദോഷമുണ്ടോ? അല്പം ദോഷമുണ്ട് കേട്ടോ. ഇനി മൂടില്ല താളി ആഹാരത്തിനും വെള്ളത്തിനും മരത്തെ ആശ്രയിക്കുന്നു. വലിയ ദോഷമാണുള്ളത്. താമസിക്കാൻ മാത്രം ഇടം നൽകുന്ന മരത്തെ ആതിഥേയൻ, ഹോസ്റ്റ് എന്ന് വിളിക്കുന്നു. കൂട്ടുകാർക്ക് ഇത് മനസ്സിലായോ? മക്കളെ ഒന്നും കൂടെ പറഞ്ഞുതരാം. ഇത്തിൽക്കണ്ണി ഏതാണ്? സെമി പാരാസൈറ്റ് ആണ്. നമ്മുടെയൊക്കെ വീട്ടിലെ മാവിലോ പ്ലാവിലോ ഒക്കെ പറ്റിപ്പിടിച്ച് വളരുന്ന ഒരു ചെടിയാണ് ഇത്തിൽക്കണ്ണി. ഇതിന്റെ പ്രത്യേകതകളാണ് ആതിഥേയ സസ്യം, ഹോസ്റ്റ്. ഇത്തിൽക്കണ്ണി വളരുന്ന മരത്തെയാണ്, ഉദാഹരണം മാവ്, ആതിഥേയ സസ്യം എന്ന് വിളിക്കുന്നത്. ഇതിന്റെ വേരുകൾ ആതിഥേയ സസ്യത്തിന്റെ തടിക്കുള്ളിലേക്ക് ഇറങ്ങി ചെല്ലുന്നു. അപ്പോൾ ഇതിന് പച്ച നിറമുള്ള ഇലകൾ ഉള്ളത് കൊണ്ട് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ അറിയാം. പക്ഷേ ആഹാരം നിർമ്മിക്കാൻ ആവശ്യമായ വെള്ളവും ലവണങ്ങളും ആതിഥേയ സസ്യത്തിൽ നിന്നാണ് ഇവർ മോഷ്ടിക്കുന്നത്. പകുതി സഹായം മാത്രം, വെള്ളവും ലവണവും ചോദിക്കുന്നതുകൊണ്ട് ഇവയെ എന്ത് പറയും? അർദ്ധപരാദങ്ങൾ എന്ന് വിളിക്കുന്നു. ഇനി എന്താണ്? മൂടില്ല താളി, പൂർണ്ണപരാദങ്ങൾ, ടോട്ടൽ പാരാസൈറ്റ്. ചിത്രത്തിൽ കാണുന്ന മഞ്ഞ നിറത്തിലുള്ള നൂലുകൾ പോലുള്ള ചെടിയാണ് ഏത്? മൂടില്ല താളി. ഇത് ഇത്തിൽക്കണ്ണിയേക്കാൾ അല്പം കൂടി വിരുദ്ധനാണ്. ഇലകളില്ല. ഇതിന് പച്ച നിറമുള്ള ഇലകളോ ക്ലോറോഫില്ലോ ഇല്ല. അതുകൊണ്ട് ഇതിന് സ്വന്തമായി ആഹാരം നിർമ്മിക്കാൻ കഴിയില്ല. എല്ലാം മോഷ്ടിക്കും ഇവര്. ഇതിന്റെ വേരുകൾ ആതിഥേയ സസ്യത്തിന്റെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് ആ സസ്യം ഉണ്ടാക്കി വെച്ചിരിക്കുന്ന തയ്യാറാക്കിയ ആഹാരവും വെള്ളവും നേരിട്ട് വലിച്ചെടുക്കുന്നു. താമസിയാതെ തന്നെ
താമസിയാതെ തന്നെ ഇത് വളരുന്ന മരത്തെ ഉണക്കി നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ആഹാരത്തിനും വെള്ളത്തിനുമായി പൂർണ്ണമായും മറ്റൊരു സസ്യത്തെ ആശ്രയിച്ചിരിക്കുന്നത് കൊണ്ടാണ് ഇതിനെ പൂർണ്ണപരാഗങ്ങൾ എന്ന് വിളിക്കുന്നത്. ഇനി ചിത്രത്തിൽ നോക്കൂ, പ്രകൃതിയിലെ എല്ലാ ജീവികളും ഒന്നിനൊന്ന് ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. മരങ്ങൾ പക്ഷികൾക്കും മൃഗങ്ങൾക്കും കൂടൊരുക്കുന്നു. മൃഗങ്ങൾ മരങ്ങളിലെ പഴങ്ങൾ കഴിക്കുന്നു. പൂമ്പാറ്റകൾ തേൻ കുടിക്കുകയും ഒപ്പം പൂമ്പൊടി വിതറാൻ സഹായിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെ സസ്യങ്ങളും ജന്തുക്കളും പരസ്പരം സഹായിച്ചും ആശ്രയിച്ചുമാണ് ജീവിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പരസ്പര ആശ്രയം എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൽ കണ്ണിയെ പോലെ മൂടില്ലാത്തളയെ പോലെ നിങ്ങളുടെ ചുറ്റുവട്ടത്ത് കാണുന്ന മറ്റു സസ്യങ്ങളെ കുറിച്ച് കണ്ടെത്താൻ ശ്രമിക്കണം കേട്ടോ. ഇത്രയും മനസ്സിലായോ? ഇത്രയാണ് നമ്മുടെ ഈ ചാപ്റ്ററിൽ പറയുന്നത്.